ആഹാ, ഇതാരാ? ഡേവിഡ്, നിന്റെ ഈ സാമ്രാജ്യം ഞാൻ തകർക്കും. ആഹാ, വേറെന്തൊക്കെ ചെയ്യും? നിനക്ക് എന്റെ അടുത്തല്ലേ ദേഷ്യം ഡേവിഡ്? എന്തിനാണ് എന്റെ ഫാമിലി ഫുള്ള് കൊന്നത്? കൂടെ നിന്ന് ചതിക്കുന്നവർക്ക് ദേവന്റെ ബൈബിളിൽ ഒരേ ഒരു ശിക്ഷയുള്ളൂ, അത് മരണമാണ്. ഹാപ്പി ജേണി. സാർ, എസ്.കെ killed our all guards. ഞാൻ അയച്ച മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ അവർ തിരികെ വന്നിരുന്നെങ്കിൽ ഞാൻ തന്നെ അവരെ കൊന്നേനെ. He made my job easy. But sir, no more explanations. I don't want to hear any nonsense. Sorry sir. I cleaned the mess. പാറു സാർ അവിടെ പോയി. അവളല്ലേ ചീഫ് ഗസ്റ്റിന് വേണ്ടി വെൽക്കം സോങ് പാടാമെന്ന് പറഞ്ഞേ. എടി സാറേ, നീ എവിടാ? എന്തോ, ഞാൻ ഇവിടെ ഉണ്ട്. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? പാട്ടൊക്കെ പഠിച്ചാന്ന്? പിന്നല്ല, ഞാൻ ആരെന്നാ നീ വിചാരിച്ചേ? എനിക്കിതൊക്കെ നിസ്സാരം. നീ സാറ് തന്നെയല്ലേ? ഇതിനെ ഉപ്പുണ്ടെങ്കിൽ മാറുന്നു. Welcome to our college, sir. Thank you for coming, sir. ക്രിസ്റ്റി, ഇന്നവിടെ പാട്ടുപാടിയ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് തന്നെ എനിക്ക് വേണം. ഓക്കെ സാർ. സാർ, ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. Her name is Sarah Isaac. ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. പിന്നെ അച്ഛൻ മാത്രമേ ഉള്ളൂ, ബിസിനസ്മാൻ ആണ്. ഇത്രയൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുള്ളൂ. ഓ, ഇറ്റ്സ് ഇനഫ്. യു ക്യാൻ ലീവ് നൗ. ഓ മൈ Sarah Isaac, you are trapped by me. ഇതൊക്കെ നീ വായിക്കാൻ തന്നെയാണോ എടുക്കണേ? ഇതിപ്പോ ഒന്നും എടുത്തു കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എന്തായാലും ഹൈപ്പർ മാർക്കറ്റ് വെയിറ്റ് ചെയ്യാം. നീ അങ്ങോട്ട് വന്നാൽ മതി. എന്റെ പൊന്ന് സഹോനെ, എടുത്തിട്ട് പെട്ടെന്ന് വരാം. ഹലോ സാർ, സാർ എന്താ ഇവിടെ? ഞാൻ ജസ്റ്റ് ഒന്ന് ബുക്സ് ഒക്കെ നോക്കണത്. സാർ വേണേ ബുക്ക് എടുത്തോ, ഞാൻ വേറെ എടുത്തോളാം. It's okay, താൻ എടുത്തോ. ഓ, താങ്ക് യു സാർ. ബൈ ദ വേ, ഞാൻ സാർ ഐസക്. നൈസ് ടു മീറ്റ് യു. Nice to meet you, Sarah. അപ്പൊ ഞാൻ പോട്ടെ, ഫ്രണ്ട്സ് ആയിട്ട്. ബൈ സാർ. Sarah, I want to say something. പറ സാർ. I think I am falling for you at the moment we met. So, I want you to be mine. അത് ഒരിക്കലും നടക്കത്തില്ല സാർ. സോറി. എന്തുകൊണ്ട് നടക്കത്തില്ല സാറാ? ബിക്കോസ് എന്റെ മനസ്സിൽ വേറൊരാളാണ്. അത് ഇനി മാറ്റാൻ ആർക്കും പറ്റുന്നില്ല. എന്തായാലും ആ മനസ്സിലുള്ള ആള് മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ചിലപ്പോ എന്റെ അടുത്ത് വന്നാൽ നിനക്ക് അയാള് ജീവനോടെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. സോ നീ മെറ്റേക്ക്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആൻസർ നീ കിട്ടിയിരിക്കണം. അതെന്തായാലും രസമായിരിക്കണം. ഓക്കെ? മാറടി, കാണാൻ പറ്റുന്നില്ല. ഒന്നുമില്ലെങ്കിൽ പോയി പറയാം. അല്ലാതെ ഇങ്ങനെ എത്തിയും വലിയ എനിക്കിടെ ചെറിയൊരു പേടി. അവൻ നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല. ഇതിന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ തരാം. നീ എന്ത് ചെയ്യാൻ പോവാ റോഷ? യെസ്. എന്റെ പൊന്നു റോഷ, ഇപ്പൊ നിന്നെ കുറെ നാളുകൊണ്ട് ഇഷ്ടം. ഏകദേശം 2 വർഷമായിരിക്കും. ചുമ്മാ എത്തി വണ്ടി നടക്കാം. ആണോ സാറാ?
ഏയ് അവിടെ വെറുതെ ഇതൊക്കെ ഞാൻ വച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടാതെ പിന്നെ ഞാൻ ഇങ്ങോട്ട് എസ്കേപ്പ്. തനിക്ക് എന്നെ ഇഷ്ടമാണോ? നീ ബേസിക്കലി ഫിസിക്കലി എല്ലാം കൊണ്ടും ചെറുതായിട്ടൊക്കെ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാൽ പോരെ? മതി, ആലോചിച്ചിട്ട് പയ്യെ പറഞ്ഞാൽ മതി. ഓ, അങ്ങനെ എൻ്റെ മനസ്സിലുള്ള അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞു. അയ്യോ, ഇനി എന്തോന്ന് എനിക്ക് ആൻസർ പറയാൻ പോണെ. ടെൻഷനായില്ലോ. വീടല്ലേ? എവിടെ പോവാ സാറേ ഈ രാത്രി? അത് ഡ്യൂട്ടി കഴിഞ്ഞ് നല്ലോണം വേർക്കുന്നുണ്ടല്ലോ. ചൂടെടുക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പോട്ടെ. സ്വീറ്റ് ഹാർട്ട്, നീ ഇപ്പൊ എവിടേക്കും പോകുന്നില്ല. നിനക്കറിയോ, സീരിയസ്ലി ഇപ്പൊ നീ എനിക്കൊരു ഒബ്സഷനായി മാറി. പ്ലീസ് എന്നെ വിട്, ഞാൻ അടുത്തൊന്നും പറയില്ല. പ്ലീസ് എന്നെ വിട്ടുതരാൻ. സീരിയസ്ലി വൈകിട്ട് നീ പറയോ പറയാതിരിക്കോ, അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ നേരത്തെ എന്തൊരു കാര്യം പറഞ്ഞില്ലേ? പ്ലീസ് എന്നെ വിട്ടുതരാൻ. Why are you crying, my sweetheart? ഞാൻ വിടാം, ഓക്കോ? സാർ, അവളെ എന്തിനാ വിട്ടേ? നമ്മൾ എവിടെ പോവാൻ ക്വസ്റ്റ്യൻ? പിന്നെ അവളെ വീട്ടിൽ ചുറ്റും നമ്മൾ ഫുൾ കാച്ചെന്നാണ്. ഓക്കെ സാർ. ഹലോ റോഷ, നീ ഡ്യൂട്ടിയിലാണോ? അത് കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് കാണണം, വരാൻ പറ്റുമോ? എൻ്റെ സ്വീറ്റ് ഹാർട്ട് എവിടെ പോവാ? അത് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ്. ഏത് ഫ്രണ്ടാ ബേബി? ഈ രാത്രി തന്നെ മീറ്റ് ചെയ്യാൻ? അതൊക്കെ ഞാൻ തന്നോട് പറയേണ്ട എന്ത് ആവശ്യമാണുള്ളത്? വഴിന്ന് വരയ്ക്കേ. ഇപ്പൊ എന്തായാലും എൻ്റെ സ്വീറ്റ് ഹാർട്ട് ആ ഫ്രണ്ടിനെ കാണണ്ട. ആ, എണീറ്റുണ്ട് സാറാ. ഇന്ന് നിങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പോലീസിനെ അറിയിക്കും. നോക്കിക്കോ. അതിന് ഇനി എൻ്റെ സാറ് പുറലോകം കണ്ടിട്ട് വേണ്ടേ? എന്നാ, ഇത് നിനക്കുള്ളതാ. എന്താ ഇത്? വെയിറ്റിംഗ് കോസ്റ്റ്യൂം നിനക്കായിട്ട് ചെയ്യിപ്പിച്ചതാ. ഇതിട്ട് റെഡിയായി നിൽക്ക്. ഇല്ല, ഞാൻ ഇടത്തില്ല. മാഷി പിടിക്കില്ലേ സ്വീറ്റ് ഹാർട്ട്, അതെനിക്കിഷ്ടാവത്തില്ല. ഞാൻ ഇടില്ല എന്ന് പറഞ്ഞാൽ ഇടില്ല. നീയായിട്ടിട്ടാ നീടും. ഇപ്പൊ ഞാനായിട്ടിട്ടാ അതെന്റെ സേറ ടോളറേറ്റ് ചെയ്യത്തില്ല. വെറുതെ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. വേണ്ട, ഞാൻ ഇട്ടോളാം.
sweetheart? Sarah Isaac അങ്ങനെ Sarah David. You're my wife now? നിർബന്ധിച്ച് കെട്ടിയത് അത്ര വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്റെ ശരീരം മാത്രമേ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. എന്റെ മനസ്സ് ഇപ്പോഴും മറ്റൊരാൾക്ക് മാത്രമുള്ളതാണ്. Who is he? അതെന്റെ പേഴ്സണൽ കാര്യമാണ്. അത് നിങ്ങളടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. Sarah, നീ ചോദിച്ചതിന് ആൻസർ പറ. Who is the fuck him? എന്തായാലും നിങ്ങളെ പോലെ ഒരു വൃത്തികെട്ടവനല്ല അവൻ. ഞാൻ കെട്ടിയ മിന്നാണ് നിന്റെ കഴുത്തി കിടന്നെങ്കിൽ നിന്നെ എങ്ങനെ സ്വന്താക്കണമെന്ന് ഈ ദേവിനറിയാം. ഓ ഡാമിറ്റ്, ഞാനത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടി. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? പ്ലീസ് എന്റെ മുമ്പിൽ നിന്ന് പോയി തരൂ. സാർ, മാം ഫുഡ് കഴിക്കുന്നില്ല? ഇറ്റ്സ് ഫൈൻ. ആ ഫുഡിങ് തന്നേക്ക്, ഞാൻ കൊടുത്തോളാം. സാറ, എന്താ ഫുഡ് കഴിക്കാത്ത? എടുത്തു കഴി. എനിക്ക് വേണ്ട. കഴിക്കാൻ പറഞ്ഞാൽ നീ കഴിച്ചാൽ മതി. വെറുതെ എന്നെ ദേഷ്യം കേട്ടിക്കണം. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ? മര്യാദയ്ക്ക് എടുത്ത് കഴിയടി. ഇച്ഛായ, സോറി നിങ്ങളെ മനസ്സിലാക്കാത്തതിനും എല്ലാത്തിനും. പിന്നീട് നമുക്ക് നന്നായിട്ട് ജീവിക്കണം. നമുക്ക് കുറച്ച് വൈൻ കുടിച്ചാലോ? പിന്നെന്താ സ്വീറ്റ് ഹാർട്ട്. ചീസ് ഇച്ഛായ. ചീസ്. സ്വീറ്റ് ഹാർട്ട്, വിഷമാണ് നീ തരണമെങ്കിൽ ഞാൻ കുടിക്കും. ഓ സെറ, താങ്ക് യു സോ മച്ച്. ഈ ദിവസത്തിനാണ് വർഷങ്ങളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഈ പെണ്ണെ ഇതേപോലെ കാണാം. നിന്റെ നിങ്ങളെ നിന്റെ പേരിൽ തന്നെ ഉണ്ടായിരുന്ന ദൈവം. അതിന് മാത്രമായിട്ട് വേണ്ടി എനിക്ക് കിട്ടിയ ഒരു ടോയാണ് സർ. ഓ റോഷ, ഞാനൊക്കെ അടിപൊളിയായിരുന്നു. അതിനെന്റെ ഭാര്യ തന്നെ കൂട്ടുപിടിച്ചില്ലേ. എനിക്കറിയായിരുന്നു റോഷ, ഇവളുടെ മനസ്സിൽ നീ അറിഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാത്തതെന്നറിയോ? എനിക്കെല്ലാം അറിയാം. നിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇവളെ ഞാൻ കൊല്ലും. ഇപ്പോഴേലും സാറ് ഈ സത്യം അറിയണം. നിന്റെ അച്ഛനെ കൊന്നത് ഇവനല്ല, ഞാന്. എന്നിട്ട് മനഃപൂർവ്വം അതിനെ ഇവന്റെ തലയിലേക്ക് കെട്ടിവെച്ചത്. നിന്നെ എങ്ങനെയും വിശ്വസിക്കാൻ. ഇന്നലെ എന്റെ അച്ഛനെ കൊന്നത്. അതുകൊണ്ട് എനിക്ക് നിന്നെയും കൊല്ലണം സാർ. ഹാപ്പി ജേർണി.
പ്ലീസ് കണ്ണു തുറക്ക്. പെട്ടെന്ന് പെട്ടെന്ന് സാറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കേ. മോളെ സേറ, എൻ്റെ എങ്ങനെ അറിയാം? ഞാൻ ദേവിൻ്റെ അമ്മയാണ്. അമ്മയോ? അതെ മോളെ, നീ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്തോ നീ വിചാരിക്കുന്ന പോലെ ദേവിനെ നിന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയതല്ല. എന്താ ഈ പറയണേ? ആളേക്കിനും അടക്കിയ പറമ്പിലും എന്ന 2 കുടുംബക്കാർ നല്ല സ്നേഹത്തിലാണ് പോയിരുന്നത്. അമ്മേ, ഇവൻ എന്റെ പാവ എടുത്തോണ്ട് പോയി. എനിക്കൊരു ഉമ്മ തന്നാ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാ അമ്മായി. രണ്ടിന്റെ കളി ഇത്തിരി ഒന്ന് കൂടുന്നുണ്ടല്ലോ. അവള് കളിക്കട്ടേടി. അല്ലെങ്കിൽ തന്നെ എന്റെ ചെറുക്ക് ഒരു ഉമ്മ ചോദിച്ച ഇപ്പൊ എന്താ? അവൻ കെട്ടാൻ പോണ പെണ്ണ് തന്നെയാണ് അവൾ. അവർ പറഞ്ഞോലെ നീ എന്നെ കല്യാണം കഴിച്ചുവോ? പിന്നല്ലയോ, നീ ഒന്ന് വളരട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ തന്നെ കിട്ടും. പിങ്കി പ്രോമിസ്. പിങ്കി പ്രോമിസ്. ഈസക് കളി കാര്യമായെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാ പറ്റിയടാ? ആ വർമ്മയ്ക്ക് ടെൻഡർ കൊടുത്തില്ലെങ്കിൽ അവ നമ്മളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എന്താവും എനിക്കൊരു പിടിയുമില്ല. ഒരു ഭീഷണിക്ക് നമ്മൾ വഴങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നേരെ വഴിയിലാണിത് നേടിയെടുക്കാൻ പോകുന്നത്. അവന്റെ ഭീഷണിക്കൊന്നും വഴങ്ങേണ്ട ഒരു ആവശ്യം നമുക്കില്ല. ആരും എന്തോ തട്ടുന്നുണ്ടല്ലോ. ഞാൻ പോയി തുറക്കായിട്ടെത്തി. എബ്രഹാം ഐസക്കും ഇവിടെ ഉണ്ടല്ലോ, കേറിയോ? അവരാരൊക്കെയാ അമ്മായി വന്നേ? അതുണ്ടല്ലോ, അച്ഛന്റെ കുറച്ച് ബിസിനസ് പാർട്ട്നേഴ്സാ. നമുക്കിത് കഴിഞ്ഞിട്ട് വെളിയിറങ്ങാം. അമ്മ എന്നാലും ഞാൻ നോക്കാൻ പോവാ. ഞാൻ മര്യാദയ്ക്ക് പൈസ നോക്കി, അത് നിങ്ങൾ വഴങ്ങിയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു ഇതിനും നമ്മൾ വഴങ്ങത്തില്ല. നമ്മളിത് നേരായി വഴിയിൽ എടുത്ത ടെൻഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കിക്കൂടെ? എന്തിനാണ് നമ്മൾ ഇതിനെ ഭീഷണിപ്പെടുത്തുന്നത് എപ്പോഴും വന്നത്? അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? നേരെ കണ്ണു തുറക്കണേ മോനെ. നീ ശ്രീറമോളെ കൊണ്ട് എങ്ങോട്ടേലും പൊക്കോ. ഞാൻ ഇവനെ കൊണ്ട് എങ്ങോട്ടേലും പൊക്കോടാ. അവരെല്ലാവരും കൊന്നു, ഇനി നമ്മളെ കൊല്ലും. എനിക്ക് ഇവരെങ്കിലും രക്ഷിക്കണം പ്ലീസ്. മേമും കൂടെ വരും എൻ്റെ കൂടെ. വേണ്ട മാനുവൽ, നമ്മളെല്ലാവരും കൂടെ ഒരു വർഷത്തേക്ക് പോയാൽ എന്തായാലും അവർ നമ്മളെ കണ്ടുപിടിച്ച് കൊല്ലും. നീ ആ വഴി പൊക്കോ. ഞാൻ ഇങ്ങനെ ഇവനെ കൂടെ എങ്ങോട്ടേലും പൊക്കോളാം. സിറമോളെ നന്നായിട്ട് നോക്കണേ. അതിനുശേഷം ദേവിൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നുള്ളത്, എങ്ങനെയും വർമ്മയെ കൊല്ലുക എന്നുള്ളത്. കുറച്ച് വലുതായി അവൻ ഞാൻ കാണാത്ത എങ്ങോട്ടും ഓടിപ്പോയി. എന്നിട്ട് പിന്നെ അയാളെ അങ്ങ് കൊന്നു. അതിനുശേഷം അയാളുടെ ഭാര്യ തൂങ്ങി മരിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. കുറേ നാൾക്ക് ശേഷം അവൻ എന്നെ കാണാൻ വന്നത്. അമ്മ, ഞാൻ നമ്മുടെ സേറെ കണ്ടുപിടിച്ചമ്മ. ഇപ്പോൾ എൻ്റെ ഭാര്യ, പക്ഷെ അവൾക്ക് എന്നെ ഓർമ്മയില്ല. ആണോ മോനെ? ശരിക്കും? ആ അമ്മ, എനിക്ക് ഉറപ്പാ അത് നമ്മുടെ സേറ് തന്നെയാണ്. അവളുടെ ജീവിതം ഇപ്പൊ ആപത്തിലാണ്. അതുകൊണ്ടാണ് അവളിപ്പോ ഞാൻ എൻ്റെ അടുത്ത് തന്നെ നിർത്തിയിരിക്കണേ. എന്നിട്ട് അവന് ഒരു പ്രായചിത്തമായിട്ടാണ് ആ റോഷന് ഡോക്ടറാക്കാൻ വേണ്ടി പൈസ എന്ന് അവന് കൊടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് മോള് ജീവനോടെ ഇപ്പൊ കാണത്തില്ലെന്നാണ്. ദേവിന്റെ കൂടെ ഉള്ളവരായിരിക്കാ. ഐ എം സോറി. എന്തുവാണെങ്കിലും ഈ പറയണേ എൻ്റെ മോൻ. മോളെ കണ്ടവർക്ക് എന്താ പറ്റിയേ? വെയിറ്റ്, ഞാൻ നോക്കാം. എല്ലാവരും ഒന്ന് മാറിക്കേ. എന്താ ഡോക്ടർ അവൾക്ക് പറ്റിയേ? She is pregnant.